മൂപ്പരും കുട്ടികളും மணி வச்சுக்கிட்டு சஸ்பெக்ட் பண்றாங்க போல. பணம் தின்னு வாழ்க்கை. മെയ് 4 തീയതി രാവിലെ 11 മണിക്കാണ് സക്രിയയെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അയാളെ കിടന്നിരുന്ന മെയിൽ വാർഡിലെ 12 ബെഡുകളിലും രോഗികളുണ്ടായിരുന്നു. സക്രിയ കിടന്നിരുന്നത് 8-ാം നമ്പർ ബെഡിലാണ്. സക്രിയയെ കൂടാതെ അന്ന് ആ വാർഡിലുണ്ടായിരുന്ന 8 പേര് പിന്നീട് നിപ്പ പോസിറ്റീവായി മരണപ്പെട്ടു. സിസ്റ്റർ അഖിലയായിരുന്നു അന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസത്തെ ഡ്യൂട്ടിയിലാണ് രോഗം പകർന്നത്. ബാക്കി 7 പേരിൽ 2 പേർ സക്രിയയുടെ ഉപ്പ റസാഖ്, സിസ്റ്റർ സുഹാന. അവരന്ന് അവിടെ അയാളുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കി 5 പേരിൽ പേഷ്യൻ്റ് ലോഹിതാക്ഷൻ, അയാളുടെ ബൈസ്റ്റാൻഡർ രാജേഷ്. അവിടെ സക്രിയ കടന്നിരുന്നതിൻ്റെ തൊട്ടടുത്ത് ബെഡ് നമ്പർ 7-ലുണ്ടായിരുന്നു. അവർ പരസ്പരം സഹായിക്കുകയോ സാധനങ്ങൾ കൈമാറുകയോ ചെയ്തിട്ടുണ്ട്. സക്രിയ കടന്നിരുന്ന ബെഡിൽ നിന്നും 10 ബെഡുകൾ കടന്നു വേണം ടോയ്ലറ്റിലേക്ക് പോകാൻ. പലവട്ടം വോമിറ്റിംഗ് ചെയ്തിരുന്നതുകൊണ്ട് അയാളുടെ ടോയ്ലറ്റിലേക്കുള്ള യാത്രക്കിടയിലായിരിക്കാം ബെഡ് നമ്പർ 3-ലെ പേഷ്യൻ്റ് രാജൻ, ബെഡ് നമ്പർ 2-ലെ ബൈസ്റ്റാൻഡർ പ്രതീഷ്, ബെഡ് നമ്പർ 11-ലെ ബൈസ്റ്റാൻഡർ സുനിൽ എന്നിവർ കൂടെ തന്നെ ഉണ്ടായിട്ടും സക്രിയയുടെ ഉമ്മയ്ക്ക് രോഗം പകർന്നിട്ടില്ല. സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സാരി വെച്ച് മൂക്ക് പൊത്തുന്ന ശീലം അവർക്കുണ്ട്. അതായിരിക്കാം അവരെ പ്രൊട്ടക്ട് ചെയ്തത്. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് മെയ് 5-ാം തീയതി രാവിലെ തന്നെ സക്രിയ ഡിസ്ചാർജ് ചെയ്തു. ഖദീജ അടക്കം 6 പേരെ ഹോസ്പിറ്റൽ സ്പ്രെഡായാണ് കണക്കാക്കുന്നത്. സുഹാനിയും റസാഖും കമ്മ്യൂണിറ്റി സ്പ്രെഡാണ്. ബാക്കി 8 പേരുടെ എപ്പിഡമോളജിക്കൽ ലിങ്കാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ കുഞ്ഞു 20 സ്പീഡ് പോകുമ്പോൾ இவர் தான் நினைக்கிறேன். அந்த ஃபர்ஸ்ட் இறந்தார்ல, அவர் தான் வந்து அவர்கிட்ட இருந்து எல்லாருக்கும் അമ്മേനോട് സംസാരിക്കുമ്പോൾ ആ ആക്സിഡന്റ് കാര്യം അവർ പറഞ്ഞത് അതുകൊണ്ട് വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കിയതാ. കുഞ്ഞുൻ്റെ ഒ പി ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. മെയ് 5-ആണ്, അതായത് സക്രിയ മെഡിക്കൽ കോളേജിൽ വന്ന അതേ ദിവസം. അപ്പൊ അവിടെ വെച്ച് പ്രദീപിന് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ലേന്നാണ്. സാധ്യതയുണ്ട്, പക്ഷെ 2 OP ടിക്കറ്റ് വെച്ചിട്ട് നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റൂലല്ലോ. എക്സ്പോഷർ എങ്ങനെ ഉണ്ടായി? പിന്നെ മെയ് 5-ന് സക്രിയയായിട്ട് എല്ലാവർക്കും കോണ്ടാക്ട് ഉണ്ടായിരുന്നു പറയാൻ പറ്റും. അതിന് സാധ്യത ഉള്ളതുകൊണ്ടല്ലേ അന്ന് വന്ന എല്ലാവരും ക്വാറന്റൈൻ ചെയ്ത് കേട്ടാ. ഇപ്പൊ സക്രിയ കാഷ്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട് അല്ലേ? മലപ്പുറം മക്കരപ്പറമ്പിൽ നിന്നുള്ള അഞ്ജലിക്കും ഭർത്താവ് വിഷ്ണുവിനും ശേഷം മലപ്പുറത്ത് തന്നെയുള്ള ചെമ്മാട് നിന്നാണ് സ്നേഹ എന്ന മറ്റൊരു പേഷ്യൻ്റ് വന്നത്. മലപ്പുറത്തെ പറ്റി ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് സ്നേഹയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അവർ മെയ് 2-ന് മെഡിക്കൽ കോളേജിൽ വന്നു എന്നാണ് അവരുടെ ഒരു ബന്ധുവിൽ നിന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ CCTV ഫുട്ടേജുകൾ നമ്മൾ പരിശോധിച്ചു. അങ്ങനെയാണ് സക്രിയ മെയ് 2-നും മെഡിക്കൽ കോളേജിൽ അമ്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അതേസമയം തന്നെ സ്നേഹയും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. And why was Zakria there on that day? 2 വർഷം മുമ്പ് സക്രിയയുടെ അമ്മാവൻ്റെ കാലിൽ ഒരു സ്റ്റീൽ റോഡ് ഇടേണ്ടി വന്നു. അത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യാൻ വന്നതാണ്. സ്നേഹ അമ്മയുടെ കൂടെ അവിടെ അൾട്രാസൗണ്ട് സ്കാൻ അപ്പൻഡിസൈറ്റിസ് കാരണം. So you trying to say that Sneha is linked to that index patient Zakria? Which is now obvious. അമ്മാവിൻ്റെ കൂടെ വന്നു എന്ന് നിങ്ങൾ പറയുന്ന സക്രിയ അന്ന് സൈലൻസറിൽ നിന്ന് കാല് പൊള്ളി കിടപ്പിലായിരുന്നു. 2-ാം തീയതി മെഡിക്കൽ കോളേജിൽ വന്നത് അയാളുടെ അനിയൻ യഹിയ.
can't you consider the possibility of a weaponized Nipah attack? இதுக்கு வந்தால் தெரியும். സി നിപ്പയുടെ നാച്ചുറൽ റിസർവോയ്സ് തന്നെ ഇവിടെ ധാരാളം ഉള്ളപ്പോൾ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയുടെ പ്രസക്തി എന്താണ്? ഇതിൽ ഇത്ര സർപ്രൈസ് ആവേണ്ട ഒരു കാര്യമല്ല. നിപ്പ വൈറസ് ഒരു പൊട്ടൻഷ്യൽ ബയോ വെപ്പൺ ആണെന്നുള്ളത് WHO തന്നെ എൻഡോസ് ചെയ്തിട്ടുള്ളതാണ്. ഓ പ്ലാൻ பண்ணி സ്പ്രെഡ് பண்ணிருக்காங்க. ചെയ്യുന്നതാണ്. മാം അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഈ ആന്ത്രാക്സ് എല്ലാം ഒരു ലെറ്ററിനകത്താണ് കടത്തിവിട്ടത്. Madam, it's politically irresponsible to move ahead without considering this aspect. നിങ്ങൾക്ക് ഈ സക്കറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾക്കിത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നോർത്താണ് നിങ്ങൾ വരടാവുന്നത്. இவரு அசிங்கப்படுத்துறாங்க. கரெக்டு தான்டா டியூட். அவங்க யோசிக்கிறாங்கன்னா ഏത് പേഷ്യൻ്റാണ്? വിഷ്ണു. വിഷ്ണുവിന്റെ കണ്ടീഷൻ എന്താണ് ഇപ്പോൾ? നീയേ ആ കാശ് എടുക്കും, അത് മജീദിന് തിരിച്ചു കൊടുക്കുക. നീ പറഞ്ഞ പോലെ സന്തോഷം കളയണ്ട. അഞ്ജലി, ഞാൻ വരുന്നവരൊന്നും വെയിറ്റ് ചെയ്തുകൂടായിരുന്നു. ഭയങ്കരത്തെന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വേണമെന്ന് തോന്നിയില്ല. ഇന്നേ പറ്റുള്ളൂ എന്ന് മജീദൊക്കെ പറഞ്ഞു. രണ്ടുപേരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നല്ലേ? അഞ്ജലിയുടെയും വീട്ടുകാരുടെ നമ്പറൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയാലും അപ്പൊ അഞ്ജലി ഉണ്ടായിരുന്നോ കൂടെ? വിഷ്ണു, വിഷ്ണു, ஓ இவரு பாசம். பார்வதியோட அப்படிங்கிறாங்க. ரொம்ப நேரம் கழிச்சு தான் தெரியுது. கண்டுபிடிச்சியா? അന്നു അതാരാ? നമ്മൾ FAQ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ള SPL സ്റ്റുഡൻ്റ് ആണ്. ഈ കുട്ടി സ്വന്തം നിലയ്ക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രീതിയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. എന്നാ പിന്നെ ആ കുട്ടിയോട് അത് ഇവിടെ നമ്മുടെ റിവ്യൂ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഞാനിത് കണ്ടിട്ടും തയ്യാറാക്കിയതാണ്. ശരിക്കുള്ള കാര്യങ്ങൾ 10 മണി മുതൽ ഒരു വൈകുന്നേരം 4-4:30 മണി വരെയുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ മെയ് 5-ാം തീയതിയുള്ള അത് നമുക്ക് സംഘടിപ്പിക്കാം. അനുവിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് പറയും. മെയ് 5-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെയാണ് സക്രിയ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ലീനിയറാ പോകുമ്പോൾ അതേ സമയത്ത് നിപ്പ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ജൂനിയർ റെസിഡൻറ്റ് എന്നോട് പറഞ്ഞത് സക്രിയ കിടത്തിയത് ഈ യെല്ലോ ഏരിയയിൽ ഇവിടെയാണ് കിടത്തിയത്. ആ സമയത്ത് തന്നെയാണ് മരത്തുനിന്ന് വീണ് പരിക്ക് പറ്റിയ ഷമീർ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിനെ കിടത്തിയത്. ഈ ഒരു 11:15 ആയപ്പോഴത്തേക്കും CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് സക്രിയനെ റേഡിയോളജി വരാന്തയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ വെച്ച് വല്ലാതെ ചുമയ്ക്കും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും വീട്ടുകാർ പേടിച്ചിട്ട് CT ഒന്നും എടുക്കാതെ തിരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ് ഈ പ്രവീൺ, കൃഷ്ണൻകുട്ടി, സ്നേഹ ഇവരൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക. ഈ സ്നേഹ, പ്രവീൺ, കൃഷ്ണൻകുട്ടി ഇവരാരും May 5th പേഷ്യൻ്റ് ലിസ്റ്റിൽ ഇല്ലല്ലോ. അത് ഞാൻ ഡീറ്റെയിൽസ് എടുത്തപ്പോഴേ ഞാൻ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രവീണിൻ്റെ അമ്മാവൻ 4-ാം തീയതി ആക്സിഡൻ്റ് ആയിട്ട് വാർഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അയാളുടെ എക്സ്റേ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പ്രവീൺ വന്നത്. പിന്നെ ഈ കൃഷ്ണൻകുട്ടി ഭാര്യേൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഭാര്യയുടെ യൂട്രസ് റിമൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കാൻ വാങ്ങി. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന കൃത്യസമയം കുട്ടിക്ക് എങ്ങനെ കിട്ടി? അത് മാം, ഞാൻ ഈ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് OP ടിക്കറ്റും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം സമയം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഏകദേശം 12 മണിയായപ്പോഴത്തേക്കും സക്രിയനെ തിരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ വെച്ച് അയാൾ ഒന്നും കൂടെ ഛർദ്ദിച്ചു. അപ്പോഴാണ് അവിടെ പ്രദീപ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രദീപ് കുഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതായിരുന്നു.
കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്ത സക്രിയെ ഒരു 1-1.5 മണിക്ക് വീണ്ടും CT സ്കാൻ റൂമിലേക്ക് കൊണ്ടുപോയി. പക്ഷെ CT സ്കാൻ റൂമിൽ വെച്ചിട്ട് അയാൾക്ക് സീജർ വന്നു. പിന്നെ വരാന്തയിലേക്ക് ഇറക്കിയപ്പോൾ അയാൾ ഒന്നും കൂടെ ഛർദ്ദിച്ചു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ് ഈ അഞ്ജലി, വിഷ്ണു ഇവരൊക്കെ. പിന്നെ ഒരു 2-2:30 മണിയോടെ സക്രിയനെ തിരിച്ച് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് സ്റ്റേബിളാക്കി 3-3:30 CT സ്കാൻ എടുത്തു. പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സക്രിയയുടെ ഡെത്തായി. അങ്ങനെയാണെങ്കിൽ സക്രിയ എന്ന ഇൻഡെക്സ് പേഷ്യൻറ്റിൽ നിന്നാണ് എല്ലാവർക്കും പകർന്നത്. അവശേഷിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് സാറ യാക്കൂബ് മാത്രമാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ഈ റോഷൻ എന്ന് പറഞ്ഞ പേഷ്യന്റിനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആബിദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു PG സ്റ്റുഡന്റ് സാറ യാക്കോബിനെ പോയി കണ്ടിരുന്നു എന്നാണ്. അങ്ങനെയാണ് സ്പ്രെഡ് ഉണ്ടായെന്നാണ് അയാളും വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ഡൈനാമിക്സ് ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് உள்ளே ஒரு இம்போஸ்டர் வச்சுருக்காங்க. அந்த 2 பேரும் ஏன்டா இவங்க மேலே பழி போட்டுட்டே இருக்காங்க. அந்த 2 பேர் 2 கேரக்டர் புரியல. அந்த 2 கேரக்டர் WHO-ட இதுன்னு அவங்க கேள்வி கேக்குறாங்க. அந்த இந்த மாதிரி இதெல்லாம் வந்துச்சுன்னா WHO-ல இருந்து வருவாங்கல்ல ரெப்ரசன்டேட்டிவ்ஸ், அவங்க 2 பேர் நினைக்கிறாங்க. அவங்க ரிப்போர்ட் கொடுக்கணும்ல. அப்போ மடம்னாக்கு எப்படி பரவிருக்கும்? இப்போ இவர் மூலமா தான் அபித் மூலமா தான் பரவிருக்கும். அபித் ஃபர்ஸ்ட் ஹாஸ்பிட்டலைஸ் ஆயிருக்கணும்ல. നിപ്പ പോസിറ്റീവ് ആയിരുന്നില്ല. നമുക്കിനി ചെയ്യാൻ പറ്റുന്നതായി എന്തെങ്കിലും ഉണ്ടോ? எல்லாம் மாஸ்க் போடுங்க ஃபர்ஸ்ட். அவ்வளோதான் பரவிட்டு இருக்கோம். என்னத்துக்கு எல்லாரும் ரூம் உட்காந்து ப்ரொஜெக்டர் வேற போட்டுருந்தாங்க. பரவிட்டு இருக்கோம். ஏர் கண்டிஷன் ரூம் வரும். கால் பண்ணிட்டாரா? നീ ഉറങ്ങിയോ? ഇല്ല, മക്കളുടെ കൂടെ. ഏട്ടനെന്നാ വരുന്നേട്ടാ? ഹ്യൂമൻ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന ഈ മരുന്നിൻ്റെ 50 ഡോസ് ക്വീൻസ്ലാൻഡ് ഗവൺമെൻറ് ഒരാഴ്ചക്കകം അയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൺഅപ്രൂവ്ഡ് കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിലും ഇത് മനുഷ്യ ശരീരത്തിൽ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അഥവാ മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന അർത്ഥത്തിൽ. ഓസ്ട്രേലിയയിൽ തന്നെ നിപ്പ പോലെയുള്ള മറ്റ് വൈറസുകൾക്കെതിരെ ഈ മരുന്ന് ഉപയോഗിച്ച 20 പേരിൽ 19 പേർ രക്ഷപ്പെട്ടു. നിപ്പ വൈറസിനെതിരെ മനുഷ്യരിൽ ഇത് എത്ര കണ്ട് സക്സസ്ഫുൾ ആണ് എന്ന് പരീക്ഷിച്ചറിയുന്നതാണ്. ടെസ്റ്റ് பண்ண போறாங்களா? ഈ 2 പേരെ ഫുട്ടേജിൽ കാണാൻ പറ്റുന്നുണ്ട്. സുധീഷും ചാൾസും. പിന്നെയുള്ളത് ഗീത. അവർ CT റൂമിൽ CCTV ഇല്ലല്ലോ സർ. അവർ റേഡിയോളജി സ്റ്റാഫ് ആയതുകൊണ്ട് സക്രിയയുടെ CT എടുക്കുമ്പോഴായിരിക്കും കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് റോഷനാണ് സർ. ഇയാൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ആണെങ്കിൽ സൈബർ സെല്ലിൻ്റെ ഹെൽപ്പ് ചോദിച്ചോളൂ. 5-ാം തീയതി റോഷൻ ഈ നബീലിനെയും വിപിൻ എന്നൊരാളെയും മാറി മാറി വിളിച്ചിട്ടുണ്ട്. നബീൽ എന്ന പേരിലുള്ള ആൾക്കാർ ലിസ്റ്റിലുണ്ട്. കൊടുവള്ളിയിൽ നിന്ന് ആരുമില്ല. 8 വിപിനാണ് ഡയറക്റ്റ് കോൺടാക്ട് ലിസ്റ്റിലുള്ളത്. വിപിൻ ഒന്ന് കാണിച്ചു. ആംബുലൻസ് ഡ്രൈവർ വിപിൻ എന്ന് വിളിക്കൂ. വിപിൻ അല്ലേ? നിങ്ങൾ മറ്റേ സൈബർ സെല്ലിൽ നിന്നാണോ അതോ മറ്റേ അസുഖം അന്വേഷിക്കണോ? റോഷൻ എങ്ങനെയാ പരിചയം? റോഷൻ്റെ ഫ്രണ്ട് ഇനി. നിങ്ങളെ May 5-ന് റോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറേ തവണ. ആ, അതും എൻ്റെ വണ്ടിക്ക് വേണ്ടി വിളിച്ചേ. റോഷൻ പേരാമ്പ്ര ഹോസ്പിറ്റലിൽ വന്നിരുന്നു? ഇല്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഓട്ടം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഓനെടുത്ത് ഞങ്ങൾ 2 ആളും കൂടെ കക്കായത്ത് പോയി. ഓനാരോ കാണാൻ വേണ്ടി. നിങ്ങളുടെയും ഫ്രണ്ടാണോ? എൻ്റെ ഫ്രണ്ടല്ല. നിങ്ങളും ആംബുലൻസ് ഡ്രൈവറാ? ഇല്ല, ഞാൻ ഒരു പണിക്കും പോകാറില്ല. போடி இஷ்டத்துக்கு ஆடுன்னு நினைக்கிறேன். வாந்தி எடுத்து வச்சுருந்தார்ல அவர் ஜக்கரியா. ஆமாம், அவர் வெளில எடுத்து வரும்போது ரொம்ப நேரம் காட்டலேன்னு பார்த்தேன். എങ്ങനെ അത് അക്ഷയ? ഇല്ല, ആരിസാ പറഞ്ഞു. ആരിസ് ഷിഫ്റ്റായിരുന്നു. ഇപ്പം എൻ്റെ ഷിഫ്റ്റാണ്. നിനക്ക് എടുക്കണം? ഞാൻ വരികയാണ്, എനിക്ക് കാണണം.
ഇതാ നല്ല വേർഷൻ. ശരിക്കും ഉണ്ട് മല്ലി 2 രൂപ എന്ന് പറയുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. പൊന്നെ സാറാ, ഫുൾ മാല 2 रुपया കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലോ. ഫുൾ മാല ഹിന്ദിയല്ലേ? तुम दोनों इस पालम के बाद निकल जाओ. ओके അതൊക്കെ പ്ലീസ് അതൊക്കെ. അപ്പോൾ ഹിന്ദി ലിറിക്സ് ഒക്കെ നമ്മളോട് ടാങ്ക് ഓ അങ്കിളാ. ഇത് മെയ് 5 തീയതി സേറയുടെ ഫോണിൽ നിന്നെടുത്തൊരു ഫോട്ടോ ആണ്. ഒരു CT സ്കാൻ റിപ്പോർട്ടിൻ്റെ. ഒരു ബന്ധുവിന് ഈ ഫോട്ടോ അവൾ അയച്ചു കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി. സമയം വെച്ച് നോക്കുകയാണെങ്കിൽ അതേ സമയത്ത് CT സ്കാൻ റൂമിൽ സക്രിയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്റ്റഡ് ആയത്. ഇതൊന്നും എനിക്ക് അയച്ചു തരുമോ? റോബിൻ ഹലോ ഡോക്ടർ, there is a good news. ഡോക്ടർ സ്മൃതിയുടെ ടെസ്റ്റ് റിസൾട്ട്സ് നെഗറ്റീവ് ആണ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അയ്യോ வாந்தி அடிக்கலடா, எச்ச துப்புனாடா. சட்டையில பாரு. ஓ மாஸ்க் போட்டுன்னா கூட்டிட்டு போலாம். கடைக்காரன் சொன்ன அடி மாதிரி வச்சிருக்காங்க. ஒண்ணுமே எடுக்கலையா? எடுக்க முடியல, அவர் ஷிவரிங் ஆகுது. சும்மா என்ன ஆக்டிங். ஒரு இது பைக்ல வந்து இடிச்சாங்கல்ல, அதுல இவர் ஒருத்தர் நினைக்கிறேன். அப்படியா? அதான் அந்த ஆப்போசிட்ல வந்தவர் கூட இருக்கலாம்ல. சக்கரையா ஒரு பேர் எப்படி വന്നിട്ട് പറ സർ. ഉണ്ണികൃഷ്ണൻ പോസിറ്റീവ് ആവുകയും നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ഇൻഡെക്സ് പേഷ്യൻ്റായ സക്രിയയിലേക്ക് ലിങ്ക് കണ്ടെത്താൻ സാധിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടി വരും. കുറച്ചുകൂടി ക്ലിയർ ആയി പറയാമോ? It can either be a new cluster or it can be the next attack from the terrorists. ദയവേത് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യരുത്. We shouldn't be risking national security for your political scheming. വെപ്പണൈസ് ചെയ്യുന്നത് ടെററിസ്റ്റുകളാവണമെന്ന് നിർബന്ധമില്ലല്ലോ. മരുന്ന് മാഫിയകൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഐ മീൻ അങ്ങനൊരു തിയറി ഉണ്ടല്ലോ. അത് സെയിം ജീനോം ആണെങ്കിൽ ഇവർ തമ്മിലുള്ള എപ്പിഡമോളജിക്കൽ ലിങ്ക് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ മാം പറഞ്ഞ പോലെ ഒരു വെപ്പണൈസ്ഡ് അറ്റാക്കിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇനി അതല്ല, ഉണ്ണികൃഷ്ണൻ അടുത്ത ക്ലസ്റ്ററിലെ ഇൻഡെക്സ് പേഷ്യൻ്റ് ആണെങ്കിൽ ഇതുവരെ ഉണ്ടായ അത്രയും രോഗികളും മരണങ്ങളും സംഭവിച്ചേക്കാം. In that case, we need to reinforce quarantine measures. അതിനും സക്രിയയുടെ വൈറസിന്റെ സോഴ്സ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അയാളുടെ വിദേശത്തുള്ള അജ്ഞാതവാസത്തിന് ശേഷമാണ് ഈ മൃഗസ്നേഹം കൂടുതലായി കാണപ്പെട്ടത്. പിന്നീട് അയാൾ ജാനകിക്കാട് പോലുള്ള ഇടങ്ങളിലേക്ക് സ്ഥിരമായിട്ട് പോവുമായിരുന്നു. അയാൾക്ക് 6-ൽ കൂടുതൽ സിം കാർഡുകളുണ്ട്, 4 ഫോണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഈസ് എ ഹൈലി റിലീജിയസ് പേഴ്സൺ. Listen, എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിന്ന് പ്രഷർ ഉണ്ട്. ഇഫ് യു cannot prove otherwise in a week, the office of the defense ministry will take over this whole mission.